ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെല്ലാം നീ വാങ്ങിയതാണോ പൂർണിമേ? അതെ, അഷിതയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാ. അഷിതയ്ക്കോ? അതെ. ഇതിന്റെ ആവശ്യമുണ്ടോ പൂർണിമേ? അതെ, ഇത്രയൊന്നും ആഭരണങ്ങള് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അതാ ഞാനും പറഞ്ഞത്. ഇനിയിപ്പോ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ തന്നെ ചെറിയ മാലയോ വളയോ കൊടുത്താ പോരെ? എന്ത് എങ്ങനെ കൊടുക്കണമെന്ന് പൂർണിമയുടെ തീരുമാനമാണ്. അതിനാരും ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതല്ല മഹിയേട്ടാ, അർഹിക്കുന്നതിനപ്പുറം വാരി കൊടുത്താൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ചെറിയമ്മേ. പൃഥ്വിയുടെ ഭാര്യ ആവുന്നതോടെ അഷിത ഈ കുടുംബത്തിലെ അംഗമായി മാറും. അപ്പോ അവൾക്ക് ഇവിടെയുള്ള എല്ലാവരെയും പോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? കണ്ണിനെ കയം കാണിക്കരുതെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ടെൻഷൻ ആർക്കും വേണ്ട. ഇതൊക്കെ എന്റെ ഇഷ്ടത്തിന് ഞാൻ വാങ്ങിച്ചതാ. ഇതൊക്കെ കമ്പനി അക്കൗണ്ടിൽ നിന്നും വാങ്ങിച്ചതാണോ? ആണെങ്കിൽ എന്താ, എന്തിനാ അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? അല്ലേട്ടാ, കമ്പനി അക്കൗണ്ടിൽ നിന്നാണെങ്കിലേ അതിന്റെ ഓഡിറ്റിംഗ് സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരത്തില്ലേ? എല്ലാവർക്കും തുല്യ അവകാശ ഉത്തരവാദിത്വം ഒക്കെ ഉള്ളതല്ലേ? അതാണ് ചേച്ചി അങ്ങനെ ഉദ്ദേശിച്ചത്, അല്ലേ ചേച്ചി? ആണ്. അങ്ങനെ ഒരു ടെൻഷൻ ആർക്കും വേണ്ട. ഇത് മാത്രല്ല, കല്യാണത്തിന്റെ എല്ലാ ചെലവും പൂർണിമയുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നാ ചെലവാക്കുന്നത്. അമ്മേ മിണ്ടാതിരിക്കെ, എന്തിനാ വെറുതെ? നീ എന്തിനാ എന്നെ തടയുന്നത്? കണക്കറിയാൻ വേണ്ടിയല്ലേ ചോദിച്ചത്? അപ്പൊ വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കട്ടെ, നിങ്ങളുടെ ആരുടെയും ഷെയറില് ഒരു കുറവുണ്ടാവുന്ന ആർക്കും പിടി വേണ്ട. ഇവളുടെ അനിയന്റെ കല്യാണം നന്നായി നടക്കണമെന്നൊരു ചിന്ത മാത്രമേ പൂർണിമയ്ക്കുള്ളൂ. സ്വന്തം ഇഷ്ടങ്ങളെക്കാളും താല്പര്യങ്ങളെക്കാളും ഈ കുടുംബത്തിന് പൂർണിമ വില കൽപ്പിക്കുന്നുണ്ട്. രക്തബന്ധങ്ങളെ പണം കൊണ്ട് അളക്കാൻ ഇവള് ശ്രമിച്ചിട്ടില്ല. എന്റെ ഷെയർ, നിന്റെ ഷെയർ എന്ന ചിന്തയൊന്നും ഇവൾക്കില്ല. ഈ കുടുംബത്തിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇവള് ചെയ്തിട്ടുണ്ട്, ഒന്നും ഇന്ന് വരെ വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. അമ്മേ വേണ്ട, നിർത്ത്. അയ്യോ, ഇത്രയൊന്നും പറയാൻ വേണ്ടിട്ടല്ല, എല്ലാരും ഒന്ന് അറിയാൻ വേണ്ടിട്ട് മാത്രമാണ് ചേച്ചി അങ്ങനെ പറഞ്ഞത്. ഞാനും അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പണത്തിന്റെ പേരില് നമ്മുടെ കുടുംബത്തിൽ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിട്ടാ ഓരോന്നും ഞാൻ മുന്നിൽ നിന്ന് ചെയ്യുന്നത്. എനിക്ക് പണമല്ല, നമ്മുടെ ഈ കുടുംബം വലുത്. എന്താ മോളെ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ നല്ല മനസ്സിനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? നീ ജീവിക്കുന്നത് തന്നെ ഈ കുടുംബത്തിന് വേണ്ടിയാണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അങ്ങനെയല്ല മഹി, ചില കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ വേണം, അല്ലെങ്കിൽ അത് ബന്ധങ്ങൾ അകറ്റും.